ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോൾ സമയം 4 മണി. അപ്പം വെളുപ്പിന് 4 മണിക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ആലപ്പുഴയിലോട്ട് പോവാണ്. ഞങ്ങളുടെ കസിൻ്റെ കല്യാണമാണ് ഇന്ന്. അപ്പം എൻ്റെ കസിൻ ചേട്ടൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളുടെ ഹോം ടൗൺ എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴയിലാണ് അവർ. അപ്പം ആലപ്പുഴ വെച്ചാണ് കല്യാണം. ഇപ്പം അറിയാമല്ലോ, എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കല്യാണം 10-10:30ക്കൊക്കെയാണ് കല്യാണം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് അവരുടെ വീട്ടിലെത്തണം. അപ്പോൾ 9 മണിക്കെങ്കിലും ആലപ്പുഴയിൽ എത്തുന്നതൊക്കെ രീതിയിൽ നമുക്ക് ഇറങ്ങണം. ഒരു 6 മണിക്കെങ്കിലും ഇറങ്ങണം. അതുകൊണ്ടാണ് ഇപ്പം വെളുപ്പിന് 4 മണിക്ക് എണ്ണിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും പെട്ടെന്ന് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് കല്യാണത്തിന് പോവാം. അപ്പം ഞാൻ റെഡി ആയിട്ട് വരാം. ഹായ്. അപ്പം എങ്ങനെയുണ്ട്? കൊള്ളാവോ? അപ്പം ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം 6 മണിയായി. അതുകൊണ്ട് മാമൻ്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം മാമൻ ഇപ്പോൾ വരും. അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി കയറി പോകണം. ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ വരെ പോകണം. അപ്പം പെട്ടെന്ന് വണ്ടി കയറി പോകണം. ഫുൾ ലുക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഒന്ന് വെളിച്ചമൊക്കെ വരട്ടെ, എന്നിട്ട് കാണിക്കാം കേട്ടോ. ഞങ്ങൾ ആലപ്പുഴയിലെത്തി. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് റോയൽ പാർക്കിലാണ് കേട്ടോ വന്നേക്കുന്നത്. എത്ര നാളെയെന്നറിയോ ഇപ്പോൾ വന്നിട്ട്. പണ്ട് സ്ഥിരം വരുന്നൊരു സ്ഥലമായിരുന്നു റോയൽ പാർക്ക്. ഇവിടുത്തെ ഫ്രൈഡ് റൈസും കറിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് വന്നേക്കുന്നത്. കുറേ നാളെ ഇവിടെ വന്നിട്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം അതേപോലെ തന്നെയുണ്ട്. ഇപ്പം ആലപ്പുഴ തന്നെ വന്നിട്ട് കുറേ നാളായി. വ്യത്യാസമൊന്നുമില്ല, അതുപോലെയുണ്ട്. ഇപ്പൊ റോയൽ പാർക്കിൽ വന്നിട്ട് എത്ര നാളായാലും അമ്മ പണ്ടിടയ്ക്കിടയ്ക്ക് വരുന്നതായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പം ആലപ്പുഴ വരുന്നത് തന്നെ എത്ര നാളായി? ഒരു 1-2 വർഷമായി കാണുമല്ലേ? 2-2.5 വർഷമായി കാണും. നല്ല കുറെ നാളായി വന്നിട്ട്. കുറെയൊക്കെ മാറിയിട്ടുണ്ട് ആലപ്പുഴ മൊത്തത്തിൽ. പെട്ടെന്നാണ് സ്ഥലങ്ങളൊക്കെ മാറുന്നത് അല്ലേ? ചില സ്ഥലങ്ങളൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. കൂടെ എനിക്കൊന്ന് ഒരു 1-2 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഒത്തിരി സ്ഥലങ്ങൾ മാറിയിട്ടുണ്ട്. റോഡിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. കുറെ വ്യത്യാസമൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. റോയൽ പാർക്കിൽ വലിയ വ്യത്യാസമില്ല. ഞാൻ വന്നപ്പോ പറഞ്ഞു, ഇവിടുത്തെ ഫ്രൈഡ് റൈസും കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇടക്കിടയ്ക്ക് വാങ്ങിക്കുമായിരുന്നു, ഇഷ്ടമായിരുന്നു എന്നൊക്കെ. അയ്യോ, ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ വരട്ടെ. നൈറ്റ് വിശക്കുന്നുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വരട്ടെ. അച്ഛൻ്റെയും മാമൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് വന്നു. മസാല ദോശ കഴിച്ചോ. മാമനും ഉണ്ട്. ഞങ്ങളുടെ വന്നിട്ടില്ല. ഒരു മിനിറ്റ്. നല്ല ചൂട്. കൊള്ളാവോ? ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. നല്ല 3 അപ്പവും ഉണ്ട്, പിന്നെ എഗ് റോസ്റ്റ്. നല്ല എഗ് റോസ്റ്റ്, നല്ല അപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം, അറ്റമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അപ്പമാണ്. നല്ല എഗ് റോസ്റ്റുമാണ്. രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ. കൊള്ളാം, നല്ല ടേസ്റ്റ്, അടിപൊളി. നല്ല എഗ് റോസ്റ്റ്, അപ്പവും കൊള്ളാം, സൂപ്പറായിട്ടാണ്. ഞങ്ങൾ കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ അമ്മയുടെ വീട്ടിലെത്തി കേട്ടോ.
അപ്പം ഇവിടെ ഒരു സംഭവമാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനാണ് ഈ ഫോട്ടോയെ കാണുന്നത്. എത്ര മാസം ഉണ്ടമ്മ എനിക്ക് ഇതിനകത്ത്? 25 ദിവസം പ്രായമുള്ള ഞാൻ. എന്നെക്കാട്ടിലും വലിയൊരു ഫ്രോക്കൊക്കെ ഇട്ട് ഇരിക്കുക. ഇത് അമ്മയുടെ അച്ഛനെയും കല്യാണ ഫോട്ടോ ആണ് കേട്ടോ. എങ്ങനെ ഇരിക്കുന്നു എനിക്ക് അമ്മയും അച്ഛനൊക്കെ. ഈ കാണുന്നതും ഞാൻ തന്നെ, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഉള്ള ഫോട്ടോ. ഇത് മാമനും മാമിയും ശ്രുതി. മീനി ചേച്ചിയുടെ കല്യാണത്തിന്റെ വീഡിയോയില് ശ്രുതിയെ കാണാം. ശ്രുതിയാണത്. ഇത് ക്യൂട്ടല്ലേ അവളെ കാണാൻ. ഇതാണ് എൻ്റെ അമ്മു, അമ്മയുടെ അമ്മ. അടിപൊളി, എല്ലാവരും രസമായിട്ടുണ്ടല്ലോ. പിന്നെ ഗ്ലാമർ ആകണ്ടേ അമ്മ? അതെ അതെ അതെ. കൊച്ചുമോളെ കല്യാണം കഴിക്കാറായില്ല. എനിക്ക് അത്ര പ്രായമൊന്നായിട്ടില്ല. ഈ പ്രായത്തിൽ ഞാൻ കഴിഞ്ഞു. എന്റെ ഇനി സമയമുണ്ട് അല്ലേ? ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്. 6 വർഷമെങ്കിലും അഞ്ചാറൊന്നും ഇല്ല, 25 വയസ്സ്. എന്റെ ഇല്ല ഇല്ല ഇല്ല, ഞാൻ എന്തായാലും ഒരു 29-30 അത് കിട്ടൂല. എന്തായാലും അവൾക്ക് പഠിച്ചൊരു ജോലിയൊക്കെ അത് അവര് പഠിപ്പിച്ചോളൂ. അതൊന്നുമല്ല, അതൊക്കെ സ്വന്തം കാലിൽ നിന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ്. ആരാന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇതുപോലെ തമാശകൾ പറയുക, ശ്രദ്ധിക്കണ്ട. ഈ റോഡ് ഫുള്ളും പണി നടക്കും കേട്ടോ. അപ്പൊ വല്ല പാടാണ് നടക്കാൻ, എല്ലാം കുഴിച്ചൊക്കെ ഇട്ടേക്കും. അതുകൊണ്ട് ഓഫ് റോഡ് പണിതിട്ടേക്ക് വന്ന് മാമ പറയുന്നു. അമ്മയും അപ്പവും അമ്മു എല്ലാരും വരുന്നുണ്ട്. ഇതാണ് എൻ്റെ അപ്പ. ഹലോ പറ. എൻ്റെ യൂട്യൂബ് ചാനൽ, എൻ്റെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ. ഹലോ പറഞ്ഞു. ഹലോ. ഇന്ന് കല്യാണത്തിന്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം നമ്മള് കല്യാണത്തിന് പോകുന്നതും ഒക്കെ. നല്ല വെയില്. ഈ റോഡ് കുഴിച്ചിട്ടിട്ട് കുറെ നാളായില്ലേ? ആ അത് നല്ല പൊക്ക, റോഡൊക്കെ നന്നായിട്ട് പൊക്കുന്നുണ്ട് കേട്ടോ. അതാണ് എല്ലാം നന്നായിട്ട് പണിയൊക്കെ നന്നായിട്ട് തകൃതി നടക്കുന്നുണ്ട്. ഇപ്പം ചേട്ടന്റെ വീട് എത്താറായി. അമ്മയുടെ വീടും അമ്മയുടെ ചേട്ടന്റെ മോന്റെ കല്യാണം. അപ്പം കസിൻ ചേട്ടന്റെ മോന്റെ കല്യാണം. അപ്പം രണ്ടുപേരുടെ വീട് അടുത്തെടുക്കാം, നടന്ന് ഇവിടെ എത്താം. ഇപ്പൊ നടന്ന് വന്നപ്പോഴത്തേക്കും വീടെത്തി. മണിക്കുട്ടമാമന്റെ വീടെത്തി. അപ്പം ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു പരിപാടിയില്ല.
ഇതാണ് എൻ്റെ അമ്മൂമ്മ, എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ എൻ്റെ കൊച്ചച്ഛനും എൻ്റെ ചിറ്റയും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ഇവർ സദ്യയെല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളും സദ്യ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. സദ്യ നല്ലതായിരുന്നു കേട്ടോ, അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടോ. വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ വേറെ ഡ്രസ്സൊക്കെ ഇട്ടു. അപ്പം അങ്ങനെ ഡ്രസ് ചേഞ്ചൊക്കെ ആയി. എന്നിട്ട് ഇപ്പം ഗ്രൂമിനും ബ്രൈഡിനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അച്ഛനും മാമനും ഒക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എൻ്റെ പേരപ്പന്മാരും അമ്മമാരും ഒക്കെയാണ് കേട്ടോ. ഇവരൊക്കെ എൻ്റെ പേരമ്മയും മാമിമാരും ഒക്കെയാണ് കേട്ടോ. അമ്മയുടെ കസിൻ സിസ്റ്റേഴ്സാണ്. റിസപ്ഷന് ഗോവ ഗവർണറായ ശ്രീധരൻ പിള്ള സർ വന്നിട്ടുണ്ടായിരുന്നു. സാറും സാറിൻ്റെ വൈഫും കൂടെയാണ് കേട്ടോ വന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നല്ലതായിരുന്നു. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ വിഷ്ണുചേട്ടൻ്റെ കല്യാണവും കഴിഞ്ഞു, അതുപോലെ തന്നെ റിസപ്ഷനും കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് തിരിച്ച് എറണാകുളത്ത് പോകണം. ഇപ്പം നല്ല ലേറ്റായി. ഇപ്പം നാളെ എനിക്ക് കോളേജിലും പോകണം, പോവാതിരിക്കാൻ പറ്റൂല. അപ്പം കോളേജിലും പോകണം. പെട്ടെന്ന് വീട്ടിലെത്തി കിടന്നുറങ്ങുക, അതൊക്കെ തന്നെ. ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. ഇനിയിപ്പം വീട്ടിലോട്ട് പോകാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.